എൻ്റെ പേര് പോൾ മാഞ്ഞൂരാൻ എന്നാണ്. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുട രൂപതയിലെ പൊയ്യ എന്ന ഇടവപ്പള്ളിയിലാണ്, പൊയ്യ എന്ന ദേശത്താണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഇടവപ്പള്ളിയിൽ തന്നെയാണ്. വിശുദ്ധ അപ്രേം മൽപ്പാൻ്റെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയമാണ് എൻ്റേത്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി. ആ പള്ളിയിൽ തന്നെ വെച്ചിട്ടാണ് ഈ ശുശ്രൂഷ ഇപ്പോൾ നടക്കുന്നതും. ഞാൻ മണ്ഡ്യ രൂപതയ്ക്ക് വേണ്ടിയിട്ട് പട്ടമേറ്റ വൈദികനാണ്. മണ്ഡ്യ രൂപതയിൽ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരവസരം ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ ഈശോയുമായിട്ടുള്ള വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ, എൻ്റെ വീട്ടിൽ ഞാൻ അപ്പനും അമ്മയും പെങ്ങളും ഞാനും, അങ്ങനെ ഞങ്ങൾ 4 പേരാണ്. വീട്ടിലെ ഒറ്റ മകനായിട്ട് ഞാൻ ഒറ്റ മകനാണ്. അങ്ങനെ എൻ്റെ പഠനകാലത്തും മറ്റു കാര്യങ്ങളൊക്കെ പള്ളിയുമായിട്ട് വളരെയധികം, ഈ അൾത്താരയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടന്നൊരു കൊച്ചാണ് ഇരുന്നു ഞാൻ. അപ്പോൾ ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വൈദികനാകണം എന്നുള്ളത്. പക്ഷേ എനിക്ക് അലർജിക്ക് ആസ്മയുണ്ടായിരുന്നു. പഠിക്കാൻ ഞാൻ വളരെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ പലരും എന്നോട് പറയുമായിരുന്നു, എൻ്റെ വികാരിയച്ഛന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്, നീ അച്ഛനാകാനൊന്നും പോകണ്ടടാ, ഒരു എക്സമിനാരിയനൊക്കെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ അതൊരു വിഷമമാണ്, സങ്കടമാണ്, എല്ലാ കാലവും നിന്നെക്കുറിച്ച് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, നീ വേറെ എന്തെങ്കിലും കാര്യം നോക്കും. പക്ഷേ എങ്കിലും എനിക്ക് ഈ പള്ളിയും ഈ അൾത്താരയും എൻ്റെ ഒരു വലിയൊരു ജീവിതത്തിൻ്റെ ഒരു സന്തോഷമുള്ളൊരിടമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റി പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഈ പള്ളിയിൽ എന്നെ ഒന്ന് കപ്പേരാകാനായിട്ട്, ഒരു കപ്പേരായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൽ വലിയൊരു പ്രതിബന്ധം ഉണ്ടായിരുന്നത്, ഇവിടുത്തെ കപ്പേര് അന്ന് ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ആൾക്ക് ഇനിയും വർഷങ്ങളുണ്ട്. അപ്പോൾ അതും നടക്കാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സിസ്റ്റേഴ്സ്, ഇവിടെ FCC കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് ഉണ്ട് ചാലക്കുടി പ്രൊവിൻസിലെ. അപ്പോൾ ആ സിസ്റ്റേഴ്സ് എന്നെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. അവരുടെ അന്ന് ആ കാലത്തായിരിക്കുന്ന 10ാം ക്ലാസ്സിലായി ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ പ്രൊവിൻഷ്യളമ്മേനോട് പ്രത്യേക അനുവാദം ചോദിച്ചിട്ട് ഒരു 6 മാസക്കാലത്തേക്ക് മഠത്തിലിരുത്തി എന്നെ പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. കാരണം ഈ കൊച്ച് 10ാം ക്ലാസ് പാസ്സാകണമല്ലോ. അങ്ങനെ മഠത്തിൽ സിസ്റ്റർ എന്നെ കാലത്ത് പോകും, വൈകുന്നേരം വരെ ഞാൻ മഠത്തിലുണ്ടാകും. അങ്ങനെ മഠത്തിൻ്റെ ആവൃത്തിക്കുള്ളിലിരുന്നാണ് അന്നൊരു 15 വയസ്സുകാരൻ പഠിച്ച് 10ാം ക്ലാസ്സിൽ അന്ന് 217 മാർക്ക് വാങ്ങിച്ച് 10ാം ക്ലാസ് പാസ്സാകുന്നത്. അതിനുശേഷം പ്ലസ് 1 പ്ലസ് 2 പോയി. ജീവിതത്തിൽ പഠനം വളരെ ബുദ്ധിമുട്ടാണ്. തോറ്റും ജയിച്ചും ഒക്കെയാണ് പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞത്. അതിനിടയിൽ വൈദികനാകണമെന്നുള്ള ആഗ്രഹം തിരിച്ചറിഞ്ഞത് ബഹുമാനപ്പെട്ട ജോസി വാഴപ്പള്ളി അച്ഛനാണ്. അച്ഛൻ ഒരിക്കലും വീട് വെഞ്ചരിപ്പിന് വന്നപ്പോഴാണ് എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ ഒരു അൾത്താരയുണ്ടാക്കിയൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യവും കാനോൻ നമസ്കാരമൊക്കെ ചെല്ലുന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എവിടെയെങ്കിലും സെമിനാരി പോകുന്നത് തന്നെ നല്ലത്. ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. കാരണം അതിനു മുമ്പ് ഈ അച്ഛൻ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചിനൊരു ജോലി വേണം, വേറെ ജോലിയൊന്നും എനിക്കറിയില്ല, എനിക്ക് ആകെ അറിയാവുന്ന ഒരു ജോലി കപ്പേര് പണി മാത്രമേ അറിയുള്ളൂ. പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കുക, മറ്റു കാര്യങ്ങൾ കുർബാനയ്ക്ക് കൂടുക. അങ്ങനെ ഞാൻ കോൺഗ്രിഗേഷനിലേക്ക് പോവുകയാണ്. കണ്ടംപ്ലേറ്റീവ് ഓർഡറിലാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാനത് പോകാൻ കാരണം അവിടെ ബ്രദർഹുഡ് ഉണ്ട്. അപ്പം അച്ഛനാവാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബ്രദറായിട്ടെങ്കിലും എനിക്ക് ജീവിക്കാമല്ലോ എന്നുള്ളൊരു വലിയൊരു സന്തോഷത്തോടു കൂടിയാണ്. കാരണം വിശുദ്ധ കുർബാനയുണ്ട്, പള്ളിയുണ്ട്, കുർബാനയുണ്ടെന്നും പൾത്താരയിൽ അവിടെ ഒരു കപ്പേരൊക്കെ ആയിട്ടൊക്കെ ജീവിക്കാമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അവിടെ ചേരുന്നത്. പക്ഷെ അതിനിടയിലാണ് എനിക്ക് മനസ്സിലായത് ഇതല്ല എൻ്റെ വിളിയെന്ന് മനസ്സിലായി. ഏറെ ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ അധികാരികളോട് പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സെമിനാരിയനായി ഞാൻ. പിന്നെ പല വാതിലുകളിലേക്കൊക്കെ മുട്ടി. പലരും എന്നെ റിജക്റ്റ് ചെയ്തു. കാരണം നീ ഒരു എക്സെമിനാരിയനാണ്, എടുത്ത തീരുമാനം ശരിയായില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത, നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ആള് അച്ഛനായി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ ചെവികളിലേക്ക് വന്നു. അങ്ങനെ ഞാൻ മറ്റൊരു കോൺഗ്രിഗേഷനിലേക്ക് പോവുകയാണ്. അതൊരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷനാണ്. അപ്പോൾ പുറത്തൊക്കെ പോയി, ഇറ്റലിയിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യാവുന്ന രീതിയിലേക്കൊക്കെ അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ അവിടെയും ഞാൻ ചേർന്നു. അപ്പോൾ 2ാമത്തെ കോൺഗ്രിഗേഷനാണെന്ന് ഓർക്കണേ, കണ്ടംപ്ലേറ്റീവ് ആക്റ്റീവ്.
അവിടെയും കുറച്ച് നാളത്തെ പഠനങ്ങൾക്ക് ശേഷം ഫിലോസഫി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ദൈവമേ, ഞാൻ പട്ടം കഴിഞ്ഞ് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ശുശ്രൂഷ ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഞാൻ അധികാരികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അതിനിടയിൽ അഭിയന്തി ഞർലക്കാട്ട് പിതാവ് കുറച്ച് പേരെ മണ്ഡ്യ രൂപതയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഫിലോസഫി സെക്കൻഡ് ഇയർ ഞാൻ പിതാവിനെ ചെന്ന് കണ്ടു. പിതാവ്, എനിക്ക് ഒരാഗ്രഹമുണ്ട്, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ്. പിന്നെ നമ്മുടെ സീറോ മലബാർ സഭയിൽ തന്നെ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം കുർബാനയ്ക്ക് കൂടാനും വിശുദ്ധ കുർബാനയായിട്ടുള്ള സ്നേഹമൊക്കെ ഈ ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. അങ്ങനെ പിതാവ് പറഞ്ഞൊരു കുഴപ്പമില്ല മോനെ, ഫിലോസഫി കഴിയട്ടെ, ഫിലോസഫി കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അധികാരികളായിട്ട് സംസാരിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം. അങ്ങനെ ഫിലോസഫിക്ക് ശേഷം ഞാൻ മണ്ഡ്യ രൂപതയിലേക്ക് ചേരുകയാണ്. അങ്ങനെ അവിടെ വെച്ച് എൻ്റെ റീജൻസി കാലം കഴിയുകയാണ്. റീജൻസിക്ക് ശേഷം മംഗലപ്പുഴ സെമിനാരിയിലേക്ക് വരികയാണ്. ഫിലോസഫി കാലം പഠനത്തിൻ്റെ കാര്യത്തിൽ സംഭവബഹുലമായിരുന്നു. ദൈവകരുണ കൊണ്ട് മുന്നോട്ട് പോയി. അതിനുശേഷം ഞാൻ മംഗലപ്പുഴ സെമിനാരിയിൽ ചേരുന്നു. മംഗലപ്പുഴ സെമിനാരിയിൽ ചേർന്നിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ടത്തെ ശങ്കരൻ തെങ്കുമ്മൽ തന്നെയാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ ഒക്കെ ആകുന്നു. റീ എക്സാമുള്ള പരീക്ഷകൾക്കൊക്കെ ഞാൻ തോറ്റുപോകുമായിരുന്നു. ഇങ്ങനെ പിടിച്ചു നിന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് ഞാൻ ഒരു വിഷയത്തിനും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും തോറ്റുപോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ ബ്രദേഴ്സ് എന്നെ പഠിപ്പിച്ചിരുന്നു. സങ്കടം വന്നത് ഇതുകൊണ്ടാണ്, എന്നെ സഹായിച്ചിരുന്ന ബ്രദേഴ്സിന് അതൊരു സങ്കടമാകുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഞാൻ എന്നും വിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയോട് ഭയങ്കര ഒരു സ്നേഹമാണ്. മംഗലപ്പുഴ സെമിനാരിയിലായാലും പൂപാത്രം വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യത്തിനും, അൾത്താരയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തോറ്റു. ഒരു മിഷൻ സൺഡേയുടെ ദിവസമായിരുന്നു, പിറ്റേ ദിവസം മിഷൻ സൺഡേ. അപ്പോൾ മിഷൻ സൺഡേ ഞങ്ങളുടെ ബാച്ചുകാർ നടത്തുന്നത് കൊണ്ട് അന്ന് രാവിലെ വെളുപ്പിന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് മേരിമാത ചാപ്പലിൽ, തിയോളജി ബ്ലോക്കിൽ മേരിമാത ചാപ്പലിലെ ബഹുമാനപ്പെട്ട പോൾ മുണ്ടോളിക്കലച്ചൻ കുർബാന അർപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ബ്രദേഴ്സ് എല്ലാവരും കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ്. ആ കുർബാനയിൽ ഞാൻ വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് കരഞ്ഞ്, എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഒത്തിരിയേറെ ഫുൾ കുർബാന ഞാൻ കരഞ്ഞിട്ടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത്. അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് ബ്രദേഴ്സിന് ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന തിരുശരീരവും തിരുരക്തവും വെച്ചിട്ടുണ്ടാകും. ആ തിരുരക്തവും തിരുശരീരവും സ്വീകരിക്കാനായിട്ട് ഞാൻ പോയി തിരുശരീരം എടുത്ത് തിരുരക്തത്തിലേക്ക് ഞാൻ ആ തിരുശരീരം മുക്കുന്ന സമയത്ത് ലിറ്ററലി എൻ്റെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീര് ആ കാസയിലേക്ക് വീഴുകയാണ്. എനിക്ക് കർത്താവിൻ്റെ മുൻപിൽ വേറൊന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എനിക്ക് പറയാനായിട്ട്. അങ്ങനെ അന്ന് മുണ്ടോളിക്കലച്ചൻ കൺസ്യൂം ചെയ്ത ആ തിരുരക്തത്തിൽ എൻ്റെ കണ്ണുനീരും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അന്നത്തെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു, മിഷൻ സൺഡേയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വീണ്ടും എൻ്റെ പഠനം മറ്റു കാര്യങ്ങളൊക്കെ വന്നു. റീ എക്സാം കഴിഞ്ഞു. റീ എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാ വിഷയത്തിനും ഞാൻ മാർക്ക് വാങ്ങി ജയിച്ചു. പിന്നെ അങ്ങോട്ട് മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് ഞാൻ തോറ്റിട്ടില്ല. അതിനുശേഷം മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മംഗലപ്പുഴ സെമിനാരിയിൽ ആ കാലത്താണ്, ബഹുമാനപ്പെട്ട ഇല്ലത്തുറമ്പിലച്ചൻ്റെ കാലത്താണ്, അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് സ്റ്റേഷൻ കൺവേർട്ട് ചെയ്ത് ഒരു ദിവ്യകാരുണ്യ ചാപ്പലാക്കിയത്. ഞങ്ങൾ എല്ലാ ദിവസവും പോയി അവിടെ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഞാൻ പോയി പ്രാർത്ഥിക്കുമായിരുന്നു വിശുദ്ധ കുർബാനയുടെ മുൻപിൽ. ചില സമയത്ത് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകാറുണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, പഠനം എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജൂനിയേഴ്സ് തുടങ്ങി ഡീക്കന്മാർ വരെ എന്നെ പഠനത്തിൽ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് സ്റ്റഡിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചില സമയത്ത് സങ്കടങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദിവ്യകാരുണ്യ ചാപ്പലിൽ പോയിരിക്കും. വേറെ ഒന്നും പറയാനുണ്ടാവില്ല ഈശോയോട്, അവിടെ പോയിരിക്കും. അപ്പം എൻ്റെ കൂട്ടുകാരന്മാർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു എസ്കേപ്പിസമാണ്, നീ വിശുദ്ധ കുർബാനയുടെ സമയത്ത്, പഠന സമയത്ത് നീ പോയിരിക്കുന്നത് ശരിയല്ല, ആ സമയം കൂടി ഇരുന്ന് പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച് പലരും എന്നെ, ബാച്ചുകാരെന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ശകാരിച്ചിട്ടുണ്ട്. എനിക്ക് എന്തോ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് വരെ ഒരു ഇതോടുകൂടി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, ഞാനങ്ങനെ പോകുന്നു. പക്ഷേ തോറ്റിട്ടില്ല. കുമ്പസാരത്തിൻ്റെ കോംപ്രഹെൻസീവ് എക്സാം വരികയാണ്. കോംപ്രഹെൻസീവ് എക്സാം വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമാണ്. എൻ്റെ ബാച്ചുകാർക്ക് ഏറ്റവും കൂടുതൽ പേടിയും ഭയവും ഉണ്ടായിരുന്നത് എന്നെക്കുറിച്ചായിരുന്നു. എങ്ങനെ മാഞ്ഞുരാൻ ഇതിൽ നിന്ന് ഈ കടമ്പ കടക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവരുടെ മനസ്സിലുണ്ടായിരുന്നു.
പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഞാൻ ആ കോൺഫറൻസ് ഹാളിലേക്ക് ചെന്നിരുന്നു. 3 പാനലുകളിലായിട്ടാണ് ഇത് നടക്കുക. അതിനു മുൻപും ഞാൻ ചെയ്യുന്നൊരു കാര്യം, എൻ്റെ പട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അനുമതി പത്രം സെമിനാരിയിൽ നിന്ന് അഭിമതി പിതാക്കന്മാർക്ക് അയച്ചു കൊടുക്കും. ഞാനതെല്ലാം മംഗലപ്പുഴ സെമിനാരിയുടെ ബലിപീഠത്തിൽ വെച്ച് ഒപ്പിട്ടിട്ടാണ്, ആ ബലിപീഠത്തിൽ ആ വിരിയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ പിതാക്കന്മാർക്ക് കറോയപ്പട്ടത്തിനും സൗപതിയാക്കോനപ്പട്ടത്തിനും ഡീക്കൻ പട്ടത്തിനുമൊക്കെ ഞാൻ അയച്ചിരുന്നത്. അതോടൊപ്പം തന്നെ എന്ത് പരീക്ഷ വന്നാലും എൻ്റെ ബാച്ചുകാർ പോലും അറിയാതെ ഞാൻ ചെയ്തിരുന്നു, എൻ്റെ ആ ബാച്ചുകാരുടെ പരീക്ഷയുടെ ലിസ്റ്റ്, പേരൊക്കെ എഴുതിയ, റോൾ നമ്പറൊക്കെ എഴുതിയ ലിസ്റ്റ് കൊണ്ടുവന്ന് ഞാൻ ഈ ബലിപീഠത്തിൻ്റെ അടിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സ്ഥലത്ത് ആ വിരിയുടെ അടിയിൽ ഞാൻ വെക്കുമായിരുന്നു. അപ്പോൾ ആർക്കും അറിയില്ല, അച്ഛന്മാർക്കും അറിയില്ല. അങ്ങനെ ഞാൻ സമർപ്പിക്കുമായിരുന്നു. കാരണം വിശുദ്ധ കുർബാനയിൽ എനിക്ക് അന്നും ഇന്നും വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു. കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. കാരണം പച്ചവെള്ളത്തെയും ഗോതമ്പപ്പത്തെയും സാധാരണ മുന്തിരിച്ചാറിനെയാണ് കർത്താവ് തൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റിയത്. അസാധ്യതകളാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കർത്താവിന് ഇത്രയധികം സാധിക്കുമെങ്കിൽ നമ്മുടെയൊക്കെ ബലഹീനമായ ജീവിതങ്ങളിൽ ഈശോ ഇടപെടും എന്നുള്ള വലിയൊരു വിശ്വാസം, അത് ഈശോ തന്ന വിശ്വാസം തന്നെയാണ് കേട്ടോ. അത് എൻ്റെ ക്രെഡിറ്റും ഈശോയ്ക്ക് തന്നെയാണ്. ആ വിശ്വാസം എനിക്ക് തന്നു, ആ കൃപ എനിക്ക് തന്നതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ കോംപ്രഹെൻസീവ് എക്സാമിന് ചെന്നു. എല്ലാവരും പരീക്ഷയൊക്കെ എല്ലാവരും വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വീണ്ടും ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ നാവിൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു അനുഭവം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. പരീക്ഷ എല്ലാം കഴിഞ്ഞു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വൈകുന്നേരം ഊട്ടുമുറിയിൽ ഞങ്ങളെല്ലാം കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വിശുദ്ധ ഈ കുമ്പസാര പരീക്ഷയുടെ റിസൾട്ട്, കോംപ്രഹെൻസീവ് എക്സാമിൻ്റെ റിസൾട്ട് പറയാനായിട്ട് വരിക. ഒന്നാം റാങ്ക് കിട്ടിയത് 72 മാർക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ബാച്ചിലുള്ള ഒരു അച്ഛൻ 1-ാം റാങ്ക് വാങ്ങിച്ചു. അതിനുശേഷം 2-ാം റാങ്ക് 71 മാർക്ക് വാങ്ങിച്ചിട്ട് 2-ാം റാങ്ക് കിട്ടിയ വ്യക്തിയുടെ പേര് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സെമിനാരി മുഴുവനും ഞങ്ങളുടെ ബാച്ചുകാരും ഞെട്ടിപ്പോയി. കാരണം അത് ഇപ്പോൾ മാഞ്ഞൂരാനായിരുന്നു. കർത്താവ് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ കുടിച്ച കഞ്ഞിവെള്ളത്തെക്കാളും കൂടുതൽ കണ്ണുനീരായിരുന്നു ആ പാത്രത്തിൽ വീണിരുന്നത്. കാരണം വേറെ ഒന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞ് മംഗലപ്പുഴ സെമിനാരിയുടെ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ബാച്ചുകാർ കൂട്ടമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹബുദ്ധിയ വഴക്ക് പറഞ്ഞിരുന്ന എൻ്റെ സഹപാഠിയായിട്ടുള്ള, ഇന്ന് അച്ഛനാണ് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മാഞ്ഞുരാനെ, ഈശോ ഉണ്ടെന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നടാ എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച രംഗം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ എൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. പഠനത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും. മംഗലപ്പുഴ സെമിനാരിയിലും ഒരു സെമിനാരി കാലഘട്ടത്തിൽ പാട്ടുപാടാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും ഞാൻ കയറാറില്ല. ആരും അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. കാരണം മാഞ്ഞുരാന് പാവം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ദൈവം എന്നെ ഈ രീതിയിലേക്ക് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയാണ്, വിശ്വാസമാണ് എന്നെ ഈ ഒരു പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. അങ്ങനെ ദൈവകരുണയാൽ 2018 ജനുവരി മാസം 2-ാം തീയതി അഭിവന്ധ്യ ആൻ്റണി കരിയിൽ പിതാവിൻ്റെ കൈവെപ്പ് വഴി പൗരോഹിത്യം ഞാൻ ഈ മദ്ബഹായിൽ വെച്ച് സ്വീകരിക്കുകയുണ്ടായി. നല്ല ദൈവത്തിന് നന്ദി പറയുകയാണ്. അതിനുശേഷം വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പട്ടത്തിന് ശേഷം കരിയിൽ പിതാവ് എന്നെ
ഒരു ഇടവക പരിശീലനത്തിന് വേണ്ടിയിട്ട് കൊച്ചച്ഛനായിട്ട് വിട്ടത് തലശ്ശേരി അതിരൂപതയിലാണ്. തലശ്ശേരി അതിരൂപതയിൽ 3 പള്ളികളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. വയാട്ടുപറമ്പ്, ചന്ദനക്കാമ്പാറ, തോമാപുരം എന്നീ 3 പള്ളികളിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്തത്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ, നന്മകൾ, അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ കാലഘട്ടം ആ കാലഘട്ടമാണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഇടവ പള്ളികളിലുള്ള ശുശ്രൂഷ കാലഘട്ടം. പ്രിയമുള്ളവരെ, അവിടെ ആയിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ, വയട്ടുപറമ്പ് പള്ളിയിലാണ് ഞാനായിരിക്കുമ്പോൾ, ഞായറാഴ്ച ഒരു 10 മണിയാകുമ്പോൾ വികാരിയച്ഛൻ പറയുകയാണ്, കൊച്ചച്ഛ പോയിട്ട് ഒരു അമ്മാമ്മയ്ക്ക് രോഗിലേപനം കൊടുക്കണം. വീട്ടുകാർ വന്നിരിക്കുകയാണ്, മരിക്കാറായിട്ടുള്ള അവസ്ഥയിലാണ് ഈ അമ്മാമ്മ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പോയിട്ട് അത് കൊടുത്ത് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് വികാരിയച്ഛൻ പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യണം, രോഗിലേപനം കൊടുക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാസന്ന മരണാവസ്ഥയിലായിരിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രാർത്ഥനകളുണ്ട്, അത് മാത്രം ചൊല്ലി ഈ കൂദാശ കൊടുത്തിട്ട് പോന്നാൽ മതി. കാരണം മറ്റു വലിയ ക്രമം ചൊല്ലിക്കഴിഞ്ഞാൽ അച്ഛൻ ചൊല്ലിക്കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ അമ്മാമ്മ മരിച്ചു പോകും എന്നുള്ള കാര്യം വികാരിച്ചൻ ഓർമ്മപ്പെടുത്തി. ഞാനങ്ങനെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വികാരിച്ചൻ പറഞ്ഞതുപോലെ തന്നെ വീട് നിറച്ചും ആളുകളുണ്ട്. എനിക്കും മനസ്സിലായി ഈ വല്യമ്മ മരിക്കാനായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത വന്നത് എങ്ങനെയാണ്, ഈ മരിക്കാൻ പോകുന്ന വല്യമ്മ ഉള്ളിൽ ഓർമ്മയുണ്ടെങ്കിൽ എന്തു തന്നെയായാലും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ മരിക്കാവൂ എന്നുള്ളൊരു ചിന്ത, ഒരു കർശന ബുദ്ധി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു ചിന്ത വരികയാണ്. എവിടെ നിന്നാണെന്ന് അറിയില്ല. കപ്പിയേര് എനിക്ക് ചെറിയ പ്രാർത്ഥന എടുത്തു തന്നു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വലിയ ക്രമം തന്നെ ചെല്ലാം. വലിയ ക്രമത്തിൽ നമുക്കറിയാം, നമ്മുടെ സിറോ മലബാർ ക്രമത്തിലെ സുവിശേഷ വായന കാറോസുസ വരെയുണ്ട്. കുർബാനയുടെ പകുതി പാർട്ട് അതിനകത്തുണ്ട്. അപ്പം എൻ്റെ ഒരു ചിന്ത മനസ്സിൽ വന്നത് ഇങ്ങനെയാണ്, വലിയ ക്രമം ചെല്ലുമ്പോൾ സർവാധിപനാം ശബ്ദമുയർത്തി എന്നീ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ ഏറെ നാളായിട്ട് ഈ വല്യമ്മയ്ക്ക് പള്ളിയിൽ വരാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ കുർബാനയുടെ ഒരു ഓർമ്മയിൽ മരണത്തെ പുൽകാൻ സാധിക്കുമല്ലോ, മരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് ഞാനിത് തീരുമാനമെടുത്തത്. ഞാനങ്ങനെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് വളരെ ആഘോഷമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അതേ മനോഭാവത്തോടു കൂടി തന്നെ ഞാൻ ഈ വല്യമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രോഗിലേപനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയുമായിട്ട് ഈ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ അമ്മച്ചിയോട് ഇങ്ങനെ ചെവിയിൽ ചോദിച്ചു, അമ്മച്ചി വിശുദ്ധ കുർബാനയുണ്ട്, സ്വീകരിക്കുവാനായിട്ട് വായൊന്ന് തുറക്കാവോ? എല്ലാവരും പറഞ്ഞു, അച്ഛാ തുറക്കില്ല, കാരണം ഈ വല്യമ്മ മരിക്കാൻ അത്ര അറ്റത്താണ് നിൽക്കുന്നത്, മരണത്തിൻ്റെ അത്ര വക്കിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ട് ഈ വല്യമ്മ വായ തുറക്കുകയാണ്. അങ്ങനെ ഈ വിശുദ്ധ കുർബാന ഒരു ഇത്തിരി വെള്ളത്തിൽ അലിയിച്ച് ഈ വല്യമ്മയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ ഈ കൂദാശകളെല്ലാം കഴിഞ്ഞ് എൻ്റെ ഇടവപ്പള്ളിയിലേക്ക് തിരിച്ചു പോരുമ്പോൾ കപ്പിയരോട് ഞാനിങ്ങനെ പറഞ്ഞു, ഒരുപക്ഷെ നമ്മളവിടെ ചെല്ലുന്നതിന് മുൻപ് ഈ വല്യമ്മ പോകുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു വരിക. ദേവാലയത്തിൽ ചെന്ന് എൻ്റെ മുറി തുറന്ന് ഞാൻ എൻ്റെ കസേരയിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് വീണ്ടും ആ വീട്ടിൽ നിന്ന് വിളി വന്നു. വല്യമ്മയുടെ മകനെ വിളിച്ചത്. വിളി വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞത്, അമ്മ എഴുന്നേറ്റിരുന്നു, ഇപ്പോൾ പൊടിയരിക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വലിയൊരു സംഭവം. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു വലിയൊരു വിശ്വാസം തമ്പുരാൻ എൻ്റെ മനസ്സിലേക്ക് ആ സമയത്ത് തന്നതും, അതോടൊപ്പം തന്നെ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഒരു വിശുദ്ധ കുർബാനയുടെ വലിയൊരു അത്ഭുതമാണ് അത് അവിടെ നടന്നത്. ആ വല്യമ്മ ഇന്നും ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അതിനുശേഷം അടുത്ത് വന്ന ഡിസംബറിൽ ആ വല്യമ്മ പള്ളിയിൽ വന്ന് എൻ്റെ അടുത്തിരുന്ന് കുമ്പസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു പോയി. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. ഒരു കാലത്ത് ഈ സെയിൻറ്റ് അഫ്രൈം പള്ളിയുടെ ഈ മദ്ബഹായിൽ ഒരു അൾത്താര ശുശ്രൂഷയായിട്ടോ അല്ലെങ്കിൽ ഒരു ദേവാലയ ശുശ്രൂഷയായിട്ടോ ജീവിച്ച് ജീവിതം കഴിക്കാമെന്ന് സ്വപ്നം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എന്നെ എൻ്റെ ഈശോ ഇന്നൊരു പുരോഹിതനായിട്ട് എടുത്തുയർത്തിയിരിക്കുകയാണ്. നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ നന്ദി പറയുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് കുറച്ച് പേരെ ഓർക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പരിശുദ്ധ അമ്മയും അതോടൊപ്പം തന്നെ എൻ്റെ ഇടവക മധ്യസ്ഥനായ മാർ അപ്രേം മൽപ്പാനുമാണ്. ചെറുപ്പം മുതലേ അപ്രേം മൽപ്പാനെ കുറിച്ച് കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്രേം മൽപ്പാൻ വിശുദ്ധ കുർബാനയുടെ വലിയൊരു ആരാധകനും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥനകളും ഗീതങ്ങളും എഴുതുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണെന്ന് നമുക്കെല്ലാവർക്കും, വിശുദ്ധനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പൗരസ്ത്യ പാശ്ചാത്യ ആരാധനാക്രമത്തിൽ മാർ അപ്രേം മൽപ്പാൻ്റെ പ്രാർത്ഥനകളില്ലാത്ത വിശുദ്ധ കുർബാനയോ യാമപ്രാർത്ഥനയോ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഇടവക മധ്യസ്ഥനായ മാർ അപ്രേം മൽപ്പാൻ്റെ മാധ്യസ്ഥ്യവും അതോടൊപ്പം തന്നെ അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഞാൻ അപ്രേം മൽപ്പാനോട് പ്രാർത്ഥിക്കും, പുണ്യാള, എനിക്ക് പുണ്യാളിനെ പോലെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും വചനം പ്രസംഗിക്കുവാനായിട്ടുള്ളൊരു കൃപ തരണമേ എന്ന് ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ പൗരോഹിത്യ ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കണം, ബലഹീനതകളും കുറവുകളും എന്നെ സംബന്ധിച്ച് രോഗം, നല്ലൊരു ശ്വാസം മുട്ട് രോഗിയായിരുന്നു ഞാൻ. TB ഒക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അതിനൊക്കെ മരുന്നൊക്കെ കഴിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അത് അന്നൊരു വിഷമവും സങ്കടവും ആയിട്ട് എനിക്ക് തോന്നിയെങ്കിൽ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാന ഞാൻ ഇന്നും മദ്ബഹായിൽ കയറുമ്പോൾ ഓർക്കുക, ഞാൻ എൻ്റെ പട്ടം സ്വീകരിച്ച് അന്ന് അർപ്പിച്ച അതുപോലെ തന്നെ അർപ്പിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് മദ്ബഹായിലേക്ക് കയറുക. ഇന്നും ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് സ്പീഡിലൊന്നും വിശുദ്ധ കുർബാന ചെല്ലാൻ പറ്റാറില്ല. ഒന്ന്, എൻ്റെ ശാരീരികമായിട്ടുള്ളൊരു വൈകല്യം ഉള്ളതുകൊണ്ട്, കാരണം എൻ്റെ ലെൻസിന് അത്രയും കപ്പാസിറ്റി ഉള്ളൂ. ശ്വാസം പിടിച്ച് ചെല്ലാനായിട്ടുള്ള പെട്ടെന്ന് ചെല്ലി തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം, ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സമയമെടുക്കും. ചിലപ്പോൾ വേദനകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ. കാരണം പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ അച്ഛാ എന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും അവർ തന്നെ പറയാറുണ്ട്, വിശുദ്ധ കുർബാന അച്ഛൻ അർപ്പിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ, ഒരു നന്മ തോന്നാറുണ്ട്. എൻ്റെ കഴിവല്ല, ഈശോയുടെ ഇടപെടലാണ്. എങ്കിൽ തന്നെയും അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, എൻ്റെ സെമിനാരിയിൽ എൻ്റെ ബ്രദേഴ്സിനോട് സംസാരിക്കുമ്പോൾ, എൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് അവരോട് സംസാരിക്കുമ്പോൾ ഇത് അവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹപ്രദമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് വിശ്വസിക്കുന്നു, എൻ്റെ കണ്ണുനീരുകൾക്കും സഹനങ്ങൾക്കുമൊക്കെ ഉത്തരമുണ്ട്. അതൊന്നും വെറുതെ ആയിരുന്നില്ല. ഈശോയ്ക്ക് വ്യക്തമായിട്ടുള്ള പ്ലാന് അല്ലെങ്കിൽ പദ്ധതി അതിനുണ്ടായിരുന്നു എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ